ആകാശവാണി ദേവികുളം സ്പൈസ് FM. കിസാൻ വാണി. എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. പ്രിയ ശ്രോതാക്കളെ, സർക്കാർ സർവീസിൽ നിന്നും വിരമിച്ച ശേഷം കാർഷിക പ്രവർത്തനങ്ങളിൽ സജീവമായി ശ്രദ്ധിക്കുന്ന തൊടുപുഴ പുതുപരിയാരത്തെ കർഷകനായ ശ്രീ ജോസഫ് NP-യുമായി ജോഷി തോമസ് നടത്തുന്ന അഭിമുഖമാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ. ഇന്ന് കിസാൻ വാണി എത്തിയിരിക്കുന്നത് തൊടുപുഴയ്ക്കടുത്ത് പുതുപ്പരിയാരം എന്ന സ്ഥലത്താണ്. ഇവിടെ നെല്ല്, കപ്പ, വാഴ, ചേന തുടങ്ങിയ ഇനങ്ങൾ കൃഷികളിലെല്ലാം ഏർപ്പെടുന്ന ഒരു കർഷകനായ ജോസഫ് NP നാറാണത്താണ് നമ്മോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തിൻ്റെ കാർഷിക പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ചോദിച്ചറിയാം. നമസ്കാരം ചേട്ടാ. നമസ്കാരം. ചേട്ടൻ ഇവിടെ ജനിച്ചു വളർന്ന ആളാണോ? ഇവിടെ ജനിച്ചു വളർന്ന ആളാണ്. പഠനവും വിദ്യാഭ്യാസവും ഒക്കെ എവിടെയായിരുന്നു? ചിറ്റൂർ LP സ്കൂളിലും മണക്കാട് NSS സ്കൂളിലും മൂവാറ്റുപുഴ ITIയിലുമാണ് പഠിച്ചിരുന്നത്. ITI വരെ പഠിച്ചു അല്ലേ? ITI വരെ പഠിച്ചു. ഈ ITI വരെ പഠിച്ചതിന് ശേഷം പിന്നെ ജോലിക്കൊന്നും ശ്രമിക്കാതിരുന്നാണോ അതോ ജോലി കിട്ടാതെ പോയതോ? ജോലി കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോൾ കൃഷിയായിട്ട് ബന്ധപ്പെട്ട് ഇറങ്ങി. അതിനുശേഷം ജോലിയിൽ പ്രവേശിച്ചു. എവിടെയായിരുന്നു ജോലി? എവിടെയായിരുന്നു? പോലീസിലായിരുന്നു ജോലി. ഹെഡ് കോൺസ്റ്റബിളായിട്ടാണ് റിട്ടയർ ആയത്. ഇടുക്കി ജില്ലയിൽ തന്നെയായിരുന്നോ ജോലിയെല്ലാം? തൃശ്ശൂർ, ഇടുക്കി ഈ സ്ഥലങ്ങളിലായിരുന്നു ജോലി. അപ്പോൾ പോലീസിൽ ജോലിയായിരുന്നു. അതിനുശേഷം ഇപ്പോൾ മുഴുവൻ സമയത്ത് കാർഷിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു അല്ലേ? അതെ. ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോഴും കൃഷികളെല്ലാം ഉണ്ടായിരുന്നോ? ജോലി ചെയ്യുമ്പോഴും കൃഷി ചെയ്യാറുണ്ടായിരുന്നു. ലീവിൻ്റെയും സമയം അനുസരിച്ചുള്ള സാഹചര്യങ്ങൾ വരുമ്പോഴും കൃഷിയിൽ ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു. അന്നൊക്കെ കൂടുതൽ കൃഷി എന്തൊക്കെയായിരുന്നു? ഇന്നുള്ള ഈ നെല്ലും ഒക്കെ തന്നെയായിരുന്നു അതോ? നെല്ല്, കപ്പ, ചേന, വാഴകൃഷിയും കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോഴും നെല്ലും കപ്പയും ചേനയും വാഴയൊക്കെ തന്നെയാണ് കൃഷിയുള്ളത് അല്ലേ? അതെ. ഈ നെല്ലാണോ പ്രധാനമായിട്ട് കൃഷി ചെയ്യുന്നത്? പ്രധാനമായിട്ടും നെല്ലാണ്. അത് എന്തോരം സ്ഥലത്തുണ്ട് നെല്ല് കൃഷി ചെയ്യാൻ? 65 സെന്റ് സ്ഥലത്ത് നെൽകൃഷി ചെയ്യുന്നുണ്ട് ഇപ്പോൾ. അത് എങ്ങനെയാണ് ഈ നെൽകൃഷി ചെയ്യുന്നത്? ഇതിൻ്റെ ജോലികളൊക്കെ തന്നെയാണോ ചെയ്യുന്നത്? അതുപോലെ തന്നെ ഈ നിലമൊരുക്കുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? മെഷീൻ ഉപയോഗിച്ചാണോ അതോ നമ്മൾ പഴയ രീതിയിൽ തന്നെയാണോ? മെഷീൻ ഉപയോഗിച്ചാണ് പണി തുടങ്ങുന്നത്. വരമ്പ് വെട്ടുന്നതിനായി മെഷീനും കൊണ്ട് പുല്ല് വെട്ടി ചെളി വെട്ടി വെച്ച് വരമ്പ് ക്ലിയർ ചെയ്യും. ഈ മെഷീന് പൂട്ടി പാടം ലെവൽ ചെയ്ത് നടും, വിത്ത് പാകി നടും. നടുകയാണ് ചെയ്യുന്നത്, വിതയ്ക്കുകയല്ല അല്ലേ? ഈ കൃഷി വിതയാണ് നടത്തിയിരിക്കുന്നത്. ഇതിന് മുന്നുണ്ടായിരുന്ന കൃഷികളെല്ലാം നടിയിലായിരുന്നു. ഈ നടിയിലും വിതയും തമ്മിൽ എന്താണ് കൂടുതൽ വിളവ് ലഭിക്കുന്നത്? ഏത് രീതി അവലംബിക്കുമ്പോഴാണ്? നടിയിലാണ് കൂടുതൽ നെല്ല് കിട്ടുന്നത്. വിതയിൽ നെല്ലിന് കുറയും. ഇത്തവണ ഇത് വിതയ്ക്കാനുള്ള കാരണം എന്താണ്? നടിയിലിന് ആളെ കിട്ടാത്തതിൻ്റെ കാരണത്താലാണ് നടാതിരുന്നത്. നിലമൊരുക്കുന്നത് മാത്രമാണ് ട്രെല്ലർ ഉപയോഗിച്ച് ചെയ്യുന്നുള്ളൂ. ബാക്കി നടിയിൽ അതല്ലെങ്കിൽ വിത അത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ മനുഷ്യൻ തന്നെയാണ് ചെയ്യുന്നത് അല്ലേ? തന്നെയാണ്, മനുഷ്യർ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. കിള പറിക്കാൻ ആളെ കൂട്ടുന്നുണ്ട്, കൊയ്യാൻ ആളെ കൂട്ടുന്നുണ്ട്, തട തല്ലാൻ ആളെ കൂട്ടുന്നുണ്ട്. പാടം ഉണങ്ങിക്കിടക്കുവാണെങ്കിൽ മെഷീനിൽ കൊയ്തെടുക്കാറുമുണ്ട്. അപ്പോൾ ഈ കൂടുതൽ ജോലിയും മനുഷ്യർ തന്നെയാണ് ചെയ്യുന്നത്. മനുഷ്യർ തന്നെ ഈ കളയെടുക്കലും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഈ പാകി അല്ലെങ്കിൽ ഞാറ് നട്ട് കഴിഞ്ഞ് എത്ര തവണ കതിരാകുന്നതിന് മുമ്പ് കളയെടുക്കേണ്ടി വരും? 25 ദിവസം. വിതയാണെങ്കിൽ 25 ദിവസം കഴിയുമ്പോൾ കളയെടുക്കുക. നടിയിലാണെങ്കിൽ 30-35 ദിവസം കഴിയുമ്പോൾ കളയെടുത്ത് തുടങ്ങും. ഒരു പ്രാവശ്യം ചെയ്താൽ മതി. ഒരു പ്രാവശ്യത്തേക്ക് കളയുണ്ടാവുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ഞാറ് നട്ട അല്ലെങ്കിൽ വിതച്ച് കഴിഞ്ഞാൽ കതിരാകുന്നതിന് ഏകദേശം എത്ര നാൾ കൊണ്ട് കതിരാവും? 140 ദിവസം മൂപ്പുള്ള നെല്ലാണെങ്കിൽ, നടിയിലാണെങ്കിൽ നടുന്ന സമയത്ത് തന്നെ വളം ഇട്ടിട്ട് ഞാറ് നടും. നട്ട് കഴിഞ്ഞ് 2 ആഴ്ച കഴിയുമ്പോൾ മരുന്നടിക്കും. മരുന്നടി കഴിഞ്ഞ് 45-50 ദിവസം കഴിയുമ്പോൾ വളം ഒന്നും കൂടി തൂളി കൊടുക്കും. അതിനുശേഷം കതിര് കണ്ടു തുടങ്ങുമ്പോൾ അടുത്ത പൊട്ടാഷ്യം യൂറിയയും ഇട്ട് കൊടുക്കും. 140 ദിവസം കൊയ്യാം. വിതയാണെങ്കിൽ
വിതച്ച് കഴിഞ്ഞ് 15-ാം ദിവസം വളമിടും. 20 ദിവസം 25 ദിവസത്തിന് ഇപ്പുറമായിട്ട് കള പറിക്കും. 40 ദിവസം ആകുമ്പോൾ വീണ്ടും ഒന്നും കൂടി വളം ചെയ്യും. ഇതിനിടയിൽ മരുന്ന് അടിച്ചിരിക്കും 2 പ്രാവശ്യം. കതിര് കണ്ടു തുടങ്ങുമ്പോൾ പൊട്ടാഷ്യം യൂറിയും അതിലിട്ട് കൊടുക്കും. അപ്പോൾ നമ്മൾ ജൈവ രീതിയിലല്ല, സാധാരണ രീതിയിൽ തന്നെയാണ് കൃഷി ചെയ്യുന്നത് അല്ലേ? അതെ, സാധാരണ രീതിയിൽ തന്നെയാണ് കൃഷി. നിലം ഒരുക്കി കഴിയുമ്പോൾ സാധാരണ ഗതിയിൽ എന്തെങ്കിലും ഇപ്പോൾ ചാണകമോ അല്ലെങ്കിൽ അത്തരം സാധനങ്ങൾ എന്തെങ്കിലും വളമായിട്ട് ചേർത്ത് കൊടുക്കാറുണ്ടോ? പാടം പൂട്ടുമ്പോൾ തന്നെ കുമ്മായം തൂളി കൊടുക്കും. കുമ്മായം തൂളുന്നതിൻ്റെ കാരണം പാടത്ത് ഞവണി, ചുള്ളിക്ക എന്ന് പറഞ്ഞ ജീവികളുടെ ഉപദ്രവം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് കുമ്മായം തൂളുന്നത്. ചാണകപ്പൊടി അതിനുശേഷം തൂളിയതിന് ശേഷം പാടം പൂട്ടിയിട്ടാണ് ബെതയും നടിയിലും നടത്താറുള്ളൂ. അങ്ങനെയാണ് ചെയ്യുന്നത്. അതായത് നിലം ആദ്യം മെഷീൻ ഉപയോഗിച്ച് ഒരുക്കിയതിന് ശേഷം കുമ്മായം ഇടും. കുമ്മായം ഇട്ടതിന് ശേഷം പിന്നീട് ചാണകപ്പൊടി ഇട്ട് അത് വീണ്ടും ഒന്നുകൂടി നിലം ഒരുക്കിയതിന് ശേഷമാണ് വിതയ്ക്കുകയോ അല്ലെങ്കിൽ ഞാർ നടുകയോ ചെയ്യാറുള്ളത് അല്ലേ? അതെ. ഇതിങ്ങനെ ചെയ്ത് നമ്മൾ 140 ദിവസത്തിനകമാകുമ്പോഴത്തേക്കും കൊയ്യാറാകുമല്ലോ. ഇത് കൊയ്യാനായിട്ട് നമ്മൾ ഇവിടെ തൊഴിലാളികളെ ആശ്രയിക്കുകയാണോ അതോ കൊയ്ത്ത് യന്ത്രം വരുത്തി കൊയ്യുകയാണോ ചെയ്യുന്നത്? തൊഴിലാളികളെ ആശ്രയിക്കുകയാണ് കൂടുതലും. മെഷീൻ ഇറങ്ങുവാൻ സാധിക്കില്ല. താഴ്ച കൂടുതലുള്ള പാടമാണ്. അതുകൊണ്ട് കൈക്കാണ് കൊയ്ത്തും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇതിനെല്ലാം നമുക്ക് ഇവിടെ തൊഴിലാളികളെ കിട്ടുന്നുണ്ടോ? മലയാളീസിനെ കിട്ടാറില്ല. കൂടുതലും ഹിന്ദിക്കാരാണ് കൊയ്യുന്നത്. അപ്പോൾ അന്യസംസ്ഥാന തൊഴിലാളികളെ ആശ്രയിച്ചിട്ടാണ് ഈ കൃഷി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിന് തൊഴിലാളികൾ ഇവിടെ സ്ഥിരമായിട്ട് നമുക്ക് ലഭ്യമാണോ? ഇവിടെ സ്ഥിരമായിട്ട് ആൾക്കാരുണ്ട്. ഞായറാഴ്ച ദിവസങ്ങളിൽ മാത്രമേ അവർ കൊയ്ത്തിന് വരികയുള്ളൂ. ബാക്കിയുള്ള ദിവസം കെട്ടിടം പണിക്കായിട്ട് അവർ പോകും. അപ്പോൾ ഇവർ ഈ കൊയ്യാനോ അല്ലെങ്കിൽ ഞാറ് നടാനോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് കൂലി കൂടുതൽ വല്ലതും ഉണ്ടോ? അത് സാധാരണ കൂലി തന്നെയുള്ളൂ? നാട്ടിലുള്ള കൂലി കഴിഞ്ഞും കൂടുതലാണ്. നാട്ടിലെ 2 പേര് പണിയുന്ന സ്ഥാനത്ത് ഇവർ ഒരാൾ പണി തീർക്കും. അത്രയും വ്യത്യാസമുണ്ട്. കൂലിക്ക് നാട്ടിലുള്ളവർക്ക് 700 രൂപയും പുറത്തുനിന്ന് വരുന്നവർക്ക് 1000 രൂപയാണ് കൂലി. പുറത്തുനിന്ന് വരുന്നവർക്ക് സ്വന്തമായിട്ട് ഭക്ഷണം കൊണ്ടുവന്നോളും, അവർ പണിതോളും. നാട്ടിലുള്ളവർക്ക് ഭക്ഷണം കൊടുക്കണം. അതുപോലെ ഈ അന്യസംസ്ഥാനക്കാർ എത്ര മണി മുതൽ എത്ര മണി വരെ പണിയും? രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5 മണി വരെ പണിയും. അപ്പോൾ അങ്ങനെയും ആ തരത്തിലും നമുക്ക് സമയം കൂടുതൽ അവർ ജോലി ചെയ്ത് തരും അല്ലേ? കൂടുതൽ ജോലി ചെയ്ത് തരും അവർ. ഇത്രയും സ്ഥലം കൊയ്യാനായിട്ട് എത്ര ദിവസം കൊയ്യാൻ എടുക്കും? ഒരു ദിവസം കൊണ്ട് കൊയ്ത് തീർക്കുമോ? എത്ര പേര് വരേണ്ടി വരും അതിന്? 8 പേരോളം 65 സെന്റ് പാടം കൊയ്യാൻ വേണ്ടി വരും. ഇത് കൊയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇത് തല്ലുന്നതൊക്കെ എങ്ങനെയാണ്? അവർ തന്നെ ഇതെല്ലാം ചെയ്യുമോ? അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ ഒരു ദിവസം കൊണ്ട് ഇതെല്ലാം തീർക്കാൻ സാധിക്കുമോ? 4 പേര് വന്നാൽ ഒരു ദിവസം കൊണ്ട് ഇത്രയും നെല്ല് തല്ലി തീർത്ത് അവർ പൊക്കോളും. അപ്പോൾ ഈ നെല്ല് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി മാത്രമാണോ അതോ മറ്റ് പുറത്ത് നമുക്ക് വിൽക്കാനൊക്കെ സാധിക്കുന്നുണ്ടോ? പുറത്ത് വിൽപ്പനയില്ല. ചേട്ടനും അനിയനും ഒക്കെ ഉള്ളത് കൊണ്ട് അങ്ങോട്ട് ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അരിയും നമ്മൾ ഈ കൃഷി ചെയ്തുണ്ടാക്കുന്ന അരിയും തമ്മിൽ വ്യത്യാസം തോന്നിയിട്ടുണ്ടോ? രണ്ടും വ്യത്യാസമുണ്ട്. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അരിയായി കൂടുതൽ അരി വേണം ചോറുണ്ടാക്കാൻ. നെല്ല് കുത്തിയെടുക്കുന്ന സ്വന്തമായിട്ടുണ്ടാക്കുന്ന അരിക്കാണെങ്കിൽ അതിൽ 1 കിലോയുടെ സ്ഥാനത്ത് 3/4 കിലോ അരി ഇട്ടാൽ മതി. അത്രയും വ്യത്യാസം വരും. അതുപോലെ വേവ്, അതുപോലെ രുചിയൊക്കെ വ്യത്യാസമില്ലേ? ടേസ്റ്റിനും മാറ്റമുണ്ട്. നാടൻ ചോറിന് രുചി കൂടുതലുണ്ട്. കഞ്ഞിവെള്ളം കുടിക്കാൻ നല്ലതാണ്, അതിനും ടേസ്റ്റ് ഉണ്ട്. ഇത്രയും സ്ഥലത്ത് കൃഷി ചെയ്ത് കഴിയുമ്പോൾ ഈ 3-4 വീടുകൾക്ക് ഉപയോഗിക്കാനുള്ള അരി അതിൽ നിന്ന് ലഭിക്കും അല്ലേ? 3-4 വീടുകൾക്ക് കിട്ടും, ഉറപ്പായിട്ടുണ്ട്. നെല്ല് കൊയ്ത് കഴിഞ്ഞതിൻ്റെ കച്ചിയൊക്കെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? കച്ചി ഇപ്പോൾ വിൽക്കുകയാണ്. ഇതിനു മുമ്പ് പശുക്കളുണ്ടായിരുന്നു, പശുക്കൾക്ക് കൊടുത്തുകൊണ്ടിരുന്നു. ഇപ്പോൾ പശുവിൻ്റെ കൃഷി ഇല്ലാത്തതുകൊണ്ട് കച്ചി വിൽപ്പനയാണ്. അതെന്താണ് പശു കൃഷി നിർത്തിക്കളയാനുള്ള കാരണം? പശുകൃഷി ലാഭകരമായ ബിസിനസ് അല്ല പശുവിൻ്റെ കൃഷി ഇപ്പോൾ. അതുകൊണ്ട് വിൽപ്പന നടത്തേണ്ടതായിട്ട് വന്നു. हर जोखिम से निकल कर फसल आए, सुरक्षित हो जाए। फसल बीमा से हर किसान अब आत्मनिर्भर हो जाए। संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है। अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं। अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं, क्योंकि हमने लिया है प्रधानमंत्री फसल बीमा।
बुआई से फसल कटाई तक हर जोखिम का दावा, न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा। योजना से हर साल जुड़ रहे हैं 5 करोड़ से ज्यादा किसान। अब आपकी है बारी। नजदीकी कृषि कार्यालय, सहकारी समिति, बैंक शाखा, अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण। फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण। प्रधानमंत्री फसल बीमा योजना, आपकी फसलों का संपूर्ण सुरक्षा कवच। कृषि एवं किसान कल्याण मंत्रालय, भारत सरकार। വർഷങ്ങളോളം കന്നുകാലി കൃഷിയും ഉണ്ടായിരുന്നു അല്ലേ? കന്നാലി കൃഷി വർഷങ്ങളോളം ചെയ്തിരുന്നു. അപ്പോൾ ഇപ്പോൾ പാലിൻ്റെ ഉപയോഗത്തിനും അല്ലെങ്കിൽ ഈ ചാണകത്തിനൊക്കെ എന്ത് ചെയ്യും? ഇപ്പം പുറത്തുനിന്ന് വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. നമുക്കിവിടെ അടുത്ത് തന്നെ കിട്ടാനുണ്ടോ? ചില സ്ഥലങ്ങളിൽ, ചില വീടുകളിൽ പശുവിനെ വളർത്തുന്നുണ്ട്, അവിടുന്ന് ചാണകം വാങ്ങിക്കാറുണ്ട്. അപ്പോൾ നെൽകൃഷി എന്തായാലും ആദായകരമാണെന്ന് തന്നെയാണ് ചേട്ടൻ്റെ അഭിപ്രായം അല്ലേ? ആദായകരമാണ്. സ്വന്തമായിട്ട് കൂടുതൽ പണിയണം, എന്നാൽ മാത്രമേ ആദായം കൂടുതലുണ്ടാവൂ. നെൽകൃഷി അല്ലാതെ കപ്പ, ചേന, വാഴ ഒക്കെ കൃഷിയുണ്ടെന്ന് പറഞ്ഞല്ലോ. അത് എങ്ങനെയാണ് ഈ കപ്പയും വാഴയും ചേനയൊക്കെ കൃഷി ചെയ്യുന്നത്? അത്തരം കാര്യങ്ങളൊന്ന് പറയാമോ? കപ്പ കൃഷിക്ക് നിലം കിളച്ച് ഒരുക്കി കുമ്മായം തൂളി കൂന കൂട്ടി കോല് വെട്ടി കുത്തുകയാണ് സാധാരണ ചെയ്യുക. കപ്പക്കമ്പ് നടുമ്പോൾ എത്ര മുട്ടുകൾ മണ്ണിനടിയിൽ വിടും? അങ്ങനെ വല്ലതും ശ്രദ്ധിച്ചിട്ടുണ്ടോ? 2 മുട്ടാണ് മണ്ണിലേക്ക് പോകേണ്ടത്. 4 മുട്ട് വരെ വെട്ടി നിർത്തും. 3 മുട്ടായാലും കുഴപ്പമില്ല. അപ്പോൾ ഏതിനം കപ്പയാണ് കൂടുതൽ കൃഷി ചെയ്യുന്നത്? ആമ്പക്കാടൻ എന്ന് പറയുന്ന കപ്പയാണ് കൂടുതൽ. അത് ഇങ്ങനെ നമ്മൾ ഇത് നട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ, ഇപ്പോൾ ഇടയ്ക്ക് കിളച്ച് കള പറിക്കുകയൊക്കെ ചെയ്യണമല്ലോ, അത് എങ്ങനെയാണ് ചെയ്യുന്നത്? അതുപോലെ തന്നെ പിന്നെ അതിനെ വല്ല വളപ്രയോഗങ്ങൾ ചെയ്യാറുണ്ടോ? കേടുകൾ വല്ലതും ഇതിനെ ബാധിക്കുമോ? അത്തരം കാര്യങ്ങളൊന്ന് പറയാമോ? കപ്പ ചെത്തി പുല്ല് കളഞ്ഞതിന് ശേഷം കപ്പയുടെ ചുവട് ചേർത്ത് 8-8-16 എന്ന് പറഞ്ഞ രാസവളം ഉപയോഗിക്കും. ഇത് ഉപയോഗിച്ച് വീണ്ടും മണ്ണ് തട്ടി കൂട്ടി ചുവട്ടിലേക്ക് കൂട്ടും. പറിക്കേണ്ട സമയമാകുമ്പോഴത്തേക്കും 10 മാസമാകുമ്പോഴത്തേക്കും പറിക്കാം. ആ സമയത്തിന് തൊട്ട് മുമ്പ് പൊട്ടാഷ്യം യൂറിയയും ഇട്ട് കൊടുക്കും. പറിക്കുന്നതിന് 1 മാസം മുമ്പ് ഇടും. എത്ര സെന്റ് സ്ഥലത്തോളം ഈ കപ്പ കൃഷി ചെയ്യാൻ ഉണ്ട്? 30 സെന്റ് സ്ഥലത്തോളം കപ്പ കൃഷി ചെയ്യാനുണ്ട്. കപ്പ നട്ട് ഇത് വിളവെടുക്കുന്നതിന് മുമ്പ് ഒരു തവണ കള എടുത്താൽ മതിയാവോ? 3 പ്രാവശ്യമെങ്കിലും കളയെടുക്കേണ്ടതായിട്ട് വരും. അതെങ്ങനെയാണ്? തൂമ്പ ഉപയോഗിച്ച് നമ്മൾ കള ചെത്തുകയാണോ ചെയ്യുന്നത്, അതോ കൈ ഉപയോഗിച്ച് കള പറിച്ചു കൂട്ടുകയാണോ ചെയ്യുന്നത്? ആദ്യത്തെ ചെറുതായിരിക്കുന്ന സമയത്ത് തൂമ്പയ്ക്ക് ചെത്തിക്കൂട്ടും. പിന്നീടെല്ലാം കള കൈകൊണ്ട് പറിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? ഈ കപ്പയും ചേനയും വാഴയും ഇടവിളയായിട്ടാണോ കൃഷി ചെയ്യുന്നത്, അതോ അതിന് എല്ലാം കപ്പ ചെയ്യുന്നിടത്ത് കപ്പ മാത്രം, അങ്ങനെയാണോ? കപ്പ ഒരു സ്ഥലത്ത് നട്ടു കഴിഞ്ഞാൽ അടുത്ത സ്ഥലത്ത് ചേന, അടുത്ത സ്ഥലത്ത് വാഴ, അങ്ങനെയാണ് കൃഷി ചെയ്യാറുള്ളത്. ഈ കപ്പ നമ്മൾ പറിച്ച് ഇത് നമുക്ക് വിൽപ്പനയ്ക്ക് കിട്ടുന്നുണ്ടോ, അതോ നമ്മുടെ ഉപയോഗത്തിന് മാത്രമേ ഉള്ളൂ? നമ്മുടെ ഉപയോഗം കഴിഞ്ഞ് വിൽപ്പനയ്ക്ക് കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഇവിടെ 1 കിലോ ആമ്പക്കാടൻ കപ്പ വിറ്റാൽ എത്ര രൂപ ലഭിക്കും? ഈ പ്രാവശ്യം ഞാൻ വിറ്റത് 30 രൂപ പ്രകാരമാണ് കിലോയ്ക്ക് കിട്ടിയത്. ഇനി വാഴ എന്ത് ഇനം വാഴയാണ് കൃഷി ചെയ്യുന്നത്? പാളയംകോടൻ, പൂവൻ വാഴ, ഏത്ത വാഴ, ഈ 3 കൃഷികളും ചെയ്യാറുണ്ട്. അതും നമ്മുടെ ഉപയോഗത്തിന് മാത്രമുള്ള, അതോ വിൽപ്പനയ്ക്കും കിട്ടുന്നുണ്ടോ? വിൽപ്പനയ്ക്ക് ഇല്ല, ഞങ്ങൾ തന്നെ എല്ലാവരും ഉപയോഗിക്കാറേ ഉള്ളൂ. ചേന കൃഷി എങ്ങനെയാണ്? ചേനയും വാഴയും ഇടവിളയായിട്ടാണോ കൃഷി ചെയ്യുന്നത്? ചേന ഇടവിളയായിട്ടാണ് കൃഷി ചെയ്യുന്നത്. ഒരുപാട് സ്ഥലമുണ്ടോ കൃഷി ചെയ്യാൻ ചേന? ചേന കൂടുതൽ കൃഷി ചെയ്യാറില്ല, വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രമേ കൃഷി ചെയ്യാറുള്ളൂ. റിട്ടയർമെന്റിന് ശേഷം കാർഷിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ, മുഴുവൻ സമയം ഏർപ്പെടുമ്പോൾ എന്താണ്, സന്തോഷമാണോ തോന്നുന്നത്? കൃഷിയുടെ ഇതിൻ്റെ ഉൽപ്പന്നം കാണുമ്പോൾ സന്തോഷമാണ് കൂടുതൽ അനുഭവപ്പെടാറുള്ളത്. അത് കാണുമ്പോൾ തന്നെ വളരെയേറെ സന്തോഷമാണ്. ഇനിയിപ്പോൾ നമുക്ക് ലാഭം കിട്ടിയില്ലെങ്കിൽ പോലും, നഷ്ടമാണെങ്കിൽ പോലും, നമ്മൾ തന്നെ അധ്വാനിച്ച് ഉൽപ്പാദിപ്പിച്ച സാധനം ഉപയോഗിക്കുമ്പോൾ അതിൽ തന്നെ നമുക്കൊരു സന്തോഷമുണ്ടല്ലേ? അതെ, തന്നെത്താൻ കൃഷി ചെയ്ത് ഉൽപ്പന്നം കിട്ടിക്കഴിയുമ്പോൾ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. നമുക്ക് ഈ സർക്കാർ തലത്തിൽ ഇപ്പോൾ കൃഷിഭവൻ, അതുപോലെ മറ്റ് KVK, സ്പൈസസ് ബോർഡ്, അത്തരം സ്ഥാപനങ്ങളുടെ അവരുടെ ഉപദേശങ്ങളോ സഹായങ്ങളോ ഒക്കെ ലഭിക്കുന്നുണ്ടോ? കൃഷി ഓഫീസിൽ നിന്നും പാടത്തിനുള്ള കൃഷിക്ക് സഹായം ലഭിക്കുന്നുണ്ട്. നെൽകൃഷിക്ക് 1 ഹെക്ടറിന് 18,000 രൂപയാണ് പാടത്തെ കൃഷിക്കുള്ളവർക്ക് കൊടുക്കുന്നത്. കർഷകരെ കൂടുതൽ എന്ത് രീതിയിൽ സർക്കാർ തലത്തിൽ നിന്നുള്ള സഹായങ്ങൾ ലഭിക്കണമെന്നാണ് സാറിൻ്റെ ഒരു അഭിപ്രായം? സർക്കാരിൻ്റെ വളത്തിനുള്ള സബ്സിഡി കിട്ടണം, കുമ്മായത്തിനുള്ള സബ്സിഡി തരുന്നുണ്ട്. കൃഷി ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് കുറഞ്ഞ വിലയ്ക്ക് കക്ക കിട്ടുന്നുണ്ട്. വളത്തിൻ്റെയും മരുന്നിൻ്റെയും സബ്സിഡി കിട്ടത്തക്കവണ്ണത്തിലുള്ള നടപടികൾ എടുക്കണം. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിൽ ഭാര്യ 2 മക്കളുമാണ്. ഭാര്യയുടെ പേര് ആനിസ് ജോസഫ് എന്നാണ്. പിള്ളേരുടെ പേര് പീറ്റർ ജോസഫ്, ആൻ്റണി ജോസഫ്. 2 പേരും ജോലിയിലാണ്.
ഒരാൾ എഡിറ്റിങ്ങിൻ്റെ ജോലിയാണ് ഒരാൾ ചെയ്യുന്നത്, വീഡിയോ എഡിറ്റിങ്. ഒരാൾ സോഫ്റ്റ്വെയറിൻ്റെ പണിയാണ് ബാംഗ്ലൂർ. അപ്പോൾ എന്തായാലും സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകുന്നു അല്ലേ? സന്തോഷമായിട്ട് പോകുന്നു. കുട്ടികൾക്ക് ജോലിയുള്ളതുകൊണ്ട് സന്തോഷകരമായിട്ട് പോകുന്നു. എന്തായാലും ഒത്തിരി സന്തോഷം. തൊടുപുഴയ്ക്കടുത്ത് പുതുപ്പരിയാരത്തെ പോലീസിലെ ജോലിക്ക് ശേഷം ഇപ്പോൾ മുഴുവൻ സമയം കാർഷിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന കർഷകനായ ജോസഫ് NP നാറാണത്താണ് തൻ്റെ കാർഷിക അനുഭവങ്ങൾ നമ്മോട് ഇതുവരെ പങ്കുവച്ചത്. ഇത്രയും കാര്യങ്ങൾ ശ്രോതാക്കൾക്ക് വേണ്ടി പങ്കുവച്ചതിന് നന്ദി. സർക്കാർ സർവീസിൽ നിന്നും വിരമിച്ച ശേഷം കാർഷിക പ്രവർത്തനങ്ങളിൽ സജീവമായി ശ്രദ്ധിക്കുന്ന തൊടുപുഴ പുതുപരിയാരത്തെ കർഷകനായ ശ്രീ ജോസഫ് NPയുമായി ജോഷി തോമസ് നടത്തിയ അഭിമുഖമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതിയിൻ കീഴിൽ 2 ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് 6,000 രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും. അർഹരായ കർഷകർക്ക് 2,000 രൂപ വീതം 3 തവണകളായി നേരിട്ട് അവരുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും. ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം. കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം. സഹകരണത്തിൻ ബലത്തിൽ വികാസത്തിനു ചുവട് വയ്ക്കാം. ജനകോടിയിൽ ഈ വിപ്ലവം ഉണർത്തിയല്ലോ വിശ്വാസം. നാം ഒത്തുചേർന്ന വികാസത്തിനെ പതാക പറത്തിടാം. സഹകരണം നമ്മുടെ വികാസത്തിൻ പ്രതീകം. കൃഷി മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ. ഹയ്യ 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 ഹയ്യ.